സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴാണ് ഹെലികോപ്റ്ററിന് കൈയഴച്ച് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്. ഇതിനായി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഫണ്ടിൽ തുക തികയാത്തത് കൊണ്ടാണ് സർക്കാരിന്റെ നടപടി. മാവോവാദി നിരീക്ഷണം, ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വകാര്യ കമ്പനിയിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അടിയന്തര ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ യാത്രയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഹെലികോപ്റ്ററും വാടകയും ഒരു ബാധ്യതയായി മാറിയോ എന്നതാണ് ഉയരുന്ന ആശങ്ക. ചിപ്സൺ ഏവിയേഷനിൽ നിന്നാണ് പ്രതിമാസം 80 ലക്ഷം രൂപ നൽകി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഒക്ടോബർ മാസത്തെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റിൽ 30 ലക്ഷം രൂപ മാത്രമാണുള്ളത്. വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ 4-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്ന ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി തുക അനുവദിക്കാൻ ധനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഒക്ടോബർ 20 മുതൽ നവംബർ 19 വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചത്. നവംബർ 20 മുതൽ ഡിസംബർ 10 വരെയുള്ള വാടക കുടിശ്ശിക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ചിപ്സൺ ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനായി എവിടെ നിന്ന് തുക കണ്ടെത്തുമെന്ന് വ്യക്തമല്ല. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് അധിക ഫണ്ട് അനുവദിച്ചത്. സംസ്ഥാനത്തെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഹെലികോപ്റ്ററും പ്രതിസന്ധിയിലാവുകയാണ്. നവംബർ മാസം മുതലുള്ള വാടക നൽകാൻ പോലീസിന്റെ ബജറ്റിൽ പണമില്ല. ഈ നില തുടർന്നാൽ ഈ സാമ്പത്തിക വർഷം 4 കോടി രൂപ ഹെലികോപ്റ്ററിനായി ധനകാര്യ വകുപ്പിന് അധികമായി കണ്ടെത്തേണ്ടി വരും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതിനുവേണ്ടി പണം നൽകേണ്ടതുമാണ്. 50 ലക്ഷം രൂപ ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. ഈ നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പൊതുജനങ്ങളോട് 24 ചോദ്യം ചോദിച്ചത്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ആവശ്യമില്ല, കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടാണ്, പണിയില്ലാതെ നടക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ എടുത്ത് എന്തിനാണ് ഹെലികോപ്റ്റർ? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യഘട്ടത്തിൽ വേണമെങ്കിൽ അപ്പോഴും വാടകയ്ക്ക് എടുക്കാം. ക്ഷേമനിധി പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ വലിച്ചു വെച്ചിട്ട് കാര്യം നമ്മുടെ പിള്ള പാവപ്പെട്ടവനെ ബാധിക്കുള്ളൂ. അപ്പോൾ അന്നന്ന് ജീവിക്കുന്നവനെ ബാധിക്കുള്ളൂ. നാട്ടിൽ ചെറിയ ചെറിയ വരുമാനം കൊടുക്കാനുള്ളവർക്ക് പോലും കൊടുക്കണില്ല. വരുമാനം എന്ന് പറഞ്ഞാൽ സഹായങ്ങൾ കൊടുക്കാനുള്ളവർക്ക് പോലും കൊടുക്കണില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ വച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ദൂർത്തടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി 50 ലക്ഷം ഹെലികോപ്റ്റർ. ഇത് ആവശ്യത്തിനാണല്ലോ ഇത് വാങ്ങണത്. അനാവശ്യമായിട്ട് വാങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിൽ പ്രതികരിക്കണം. ഇതിൽ പ്രതികരിക്കാനുള്ളത് ഇപ്പോൾ ഒന്നുമില്ല. കാരണം ഇതിപ്പോൾ ആവശ്യത്തിന് വാങ്ങണ സാധനമാണ് നമ്മളെ കണക്കൂട്ടലിൽ. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഭരണകർത്താക്കളുടെ സുഖലൗലഭ്യതയ്ക്ക് വേണ്ടി ഇപ്പോൾ ഹെലികോപ്റ്റർ എടുക്കുന്നതിന് വേണ്ടി നേരത്തെ കോടികൾ ചെലവഴിച്ചതാണ്. അതിനു പുറമെ ഇപ്പോൾ വീണ്ടും 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് കേരളീയരോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി. ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ ഹെലികോപ്റ്റർ സ്റ്റേറ്റിന് ആവശ്യമുള്ളൊരു സംഗതിയാണ്. ഒരു വെള്ളപ്പൊക്കം എന്നിങ്ങനെ ഒക്കെ വരുമ്പോൾ ജനങ്ങളെ കൊണ്ടുപോകാനും പിന്നെ അവയവങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്. ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ സമയത്ത് കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് മുതിരുമ്പോൾ അത് എത്രത്തോളം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നവകേരള സദസ്സ് തന്നെ നടത്തി സർക്കാർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്നൊരു ഹെലികോപ്റ്ററിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം ആവശ്യമില്ല. ഇവിടെ ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ ആവശ്യകത ഇവിടെ എന്തിനാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം. 50 ലക്ഷം രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ച നടപടി ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്തേണ്ട പണം മുഖ്യമന്ത്രിക്ക് ദൂർത്തടിക്കാനും ഉലകം ചുറ്റാനും പണം ഉപയോഗിക്കുന്നത് പൊതു ഖജനാവ് കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്.
അപ്പോൾ അങ്ങനെയാണ് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. ജോസ്വിൻ ജോസഫ് പറയുന്നുണ്ട്, പാവപ്പെട്ടവന്റെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ഹെലികോപ്റ്ററിൽ ദൂർത്തടിക്കാൻ അവർക്ക് കാശുണ്ടല്ലോ എന്നാണ് ജോസ്വിൻ ജോസഫ് എന്ന പ്രേക്ഷകൻ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.